വിവിധതരം മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിവിധ സംസ്കരണ സംവിധാനങ്ങളെ സംബന്ധിച്ച് അവബോധം നൽകി വരുന്നു. കന്നുകാലിത്തൊഴുത്തിൽ നിന്നുള്ള ചാണകവും മറ്റും ഗാർഹിക ഭക്ഷണ അവശിഷ്ടങ്ങളും ബയോഗ്യാസ് പ്ലാന്റിൽ സംസ്കരിക്കുന്നു. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇന്ധനം വിവിധ ഊർജാവശ്യങ്ങൾക്കായി ഇവിടെ ഉപയോഗിക്കുന്നു. ബയോഗ്യാസ് പ്ലാന്റുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇന്ധനം ഇവിടെ വിവിധ ഊർജ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ഫ്ലാറ്റുകൾ, ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്നിവിടങ്ങളിലെ ജൈവമാലിന്യം കമ്മ്യൂണിറ്റി തല ഖരമാലിന്യ സംസ്കരണ സംവിധാനങ്ങളിലൂടെ ദ്രവമാലിന്യ ഫയർ സ്റ്റേഷനിലേക്ക് ആവശ്യമുള്ള ജലത്തിന്റെ ഒരു ഭാഗം ശുദ്ധീകരണ ശേഷിയുള്ള ജലം വഴി ഉപയോഗപ്പെടുത്തുന്നു. കാലകാലങ്ങളായി മാലിന്യം നിക്ഷേപിച്ച ലെഗസി ഡംപ്സറുകളായി മാറിയ സ്ഥലങ്ങൾ ബയോമൈനിങ് നടത്തി വീണ്ടെടുത്ത് ഹരിതാഭമായി പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന ഖരമാലിന്യ സംസ്കരണ സംവിധാനങ്ങൾക്കുപരിയായി ആധുനിക ഖരമാലിന്യ സംസ്കരണ സംവിധാനങ്ങളായ ബയോ CNG, ഇൻവെർട്ടഡ് കമ്പോസ്റ്റിംഗ്, ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവ കമ്പോസ്റ്റിംഗ് വരെ പൃഥ്വിയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ തദ്ദേശ സ്വയംഭരണ പ്രദേശം ഞങ്ങളുടെ തദ്ദേശ സ്വയംഭരണ പ്രദേശം പരിസ്ഥിതി സംരക്ഷണത്തിന് മാതൃകയായി ഉപയോഗിക്കുകയാണ്. മാലിന്യമില്ലാത്ത ഗ്രാമം, ആരോഗ്യ സംരക്ഷണ കേരളം. ഇത് വൃത്തിയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. സമഗ്ര സുസ്ഥിര മാലിന്യ പരിപാലനം നടത്തുന്ന ഒരു മാതൃക തദ്ദേശ സ്വയംഭരണ പ്രദേശമാണ് വൃത്തി. ഇവിടെ ഞങ്ങൾക്ക് മാലിന്യം ഒരു തലവേദനയല്ല, മറിച്ച് സമ്പത്താണ്. ഇവിടെ ഞങ്ങൾ മാലിന്യം വലിച്ചെറിയാറില്ല, പൊതുവിടങ്ങളിൽ നിക്ഷേപിക്കാറില്ല. വീടുകളിലും സ്ഥാപനങ്ങളിലും ഉണ്ടാകുന്ന ജൈവ മാലിന്യം ഉറവിടത്തിൽ തന്നെ തരംതിരിച്ച് സംസ്കരിക്കും. അജൈവ മാലിന്യം കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുകയും കൃത്യമായ ഇടവേളകളിൽ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുകയും ചെയ്യുന്നു. കൂടാതെ എല്ലാ വീടുകളിലും ശാസ്ത്രീയ ദ്രവ മാലിന്യ പരിപാലനത്തിന് സെപ്റ്റിക് ടാങ്ക് സോഫ്റ്റ് ഫിൽറ്റർ സംവിധാനം ഉറപ്പുവരുത്തുന്നു. കൃത്യമായ ഇടവേളകളിൽ ഇവ ഡീസ്ലഡ്ജ് ചെയ്ത് ഫീക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകളിൽ സംസ്കരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. അടുക്കളയിൽ നിന്ന് മറ്റ് ഗാർഹിക ഉപയോഗശേഷവും പുറത്തള്ളുന്ന മനുഷ്യ വിസർജ്ജനം കലരാത്ത ഗ്രേ വാട്ടർ, അടുക്കളത്തോട്ടം, നഗരകേന്ദ്രങ്ങളിലും തിരക്കേറിയ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, പൊതു ശൗചാലയം എന്നിവിടങ്ങളിലും ഉണ്ടാകുന്ന മലിനജലം പരിസ്ഥിതി മാനദണ്ഡങ്ങൾ പാലിച്ച് ഇവിടെ സംസ്കരിക്കുന്നു. വിദ്യാർത്ഥികളിൽ ശുചിത്വബോധം ഉളവാക്കും വിധം സ്കൂൾ തലത്തിൽ തന്നെ വിവിധതരം മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിവിധ സംസ്കരണ സംവിധാനങ്ങളും സംബന്ധിച്ച് അവബോധം നൽകി വരുന്നു. കന്നുകാലിത്തൊഴുത്തിൽ നിന്നുള്ള ചാണകവും മറ്റും ഗാർഹിക ഭക്ഷണ അവശിഷ്ടങ്ങളും ബയോഗ്യാസ് പ്ലാന്റിൽ സംസ്കരിക്കുന്നു. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇന്ധനം വിവിധ ഊർജാവശ്യങ്ങൾക്കായി ഇവിടെ ഉപയോഗിക്കുന്നു. ബയോഗ്യാസ് പ്ലാന്റുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇന്ധനം ഇവിടെ വിവിധ ഊർജ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ഫ്ലാറ്റുകൾ, ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്നിവിടങ്ങളിലെ ജൈവമാലിന്യം കമ്മ്യൂണിറ്റി തല ഖരമാലിന്യ സംസ്കരണ സംവിധാനങ്ങളിലെയും ദ്രവമാലിന്യ സ്വീവർ നെറ്റ്വർക്കുകൾ, സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് കൂടാതെ വൃത്തിയൂരിലെ ഫയർ സ്റ്റേഷനിലേക്ക് ആവശ്യമുള്ള ജലത്തിന്റെ ഒരു ഭാഗം ശുദ്ധീകരണ ശേഷമുള്ള ജലം വഴി ഉപയോഗപ്പെടുത്തുന്നു. കാലകാലങ്ങളായി മാലിന്യം നിക്ഷേപിച്ച് ലെഗസി ഡംപ്സറുകളായി മാറിയ സ്ഥലങ്ങൾ ബയോമൈനിങ് നടത്തി വീണ്ടെടുത്ത് ഹരിതാഭമായി പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന ഖരമാലിന്യ സംസ്കരണ സംവിധാനങ്ങൾക്കുപരിയായി ആധുനിക ഖരമാലിന്യ സംസ്കരണ സംവിധാനങ്ങളായ ബയോ CNG, ഇൻവെർട്ടഡ് കമ്പോസ്റ്റിംഗ്, ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവ കമ്പോസ്റ്റിംഗ് വരെ സജ്ജമാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ തദ്ദേശ സ്വയംഭരണ പ്രദേശം ഞങ്ങളുടെ തദ്ദേശ സ്വയംഭരണ പ്രദേശം പരിസ്ഥിതി സംരക്ഷണത്തിന് ശുചിത്വത്തിന് മാതൃകയായി മുന്നേറുകയാണ്. മാലിന്യമില്ലാത്ത ഗ്രാമം, ആരോഗ്യ സമൃദ്ധിയുള്ള കേരളം. ഇത് വൃത്തിയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം.
സമഗ്ര സുസ്ഥിര മാലിന്യ പരിപാലനം നടത്തുന്ന ഒരു മാതൃകാ തദ്ദേശ സ്വയംഭരണ പ്രദേശമാണ് പൃഥ്വി. ഇവിടെ ഞങ്ങൾക്ക് മാലിന്യം ഒരു തലവേദനയാണ്, മറിച്ച് സമ്പത്താണ്. ഇവിടെ ഞങ്ങൾ മാലിന്യം വലിച്ചെറിയാറില്ല, പൊതുവിടങ്ങളിൽ നിക്ഷേപിക്കാറില്ല. വീടുകളിലും സ്ഥാപനങ്ങളിലും ഉണ്ടാകുന്ന ജൈവ മാലിന്യം ഉറവിടത്തിൽ തന്നെ തരംതിരിച്ച് സംസ്കരിക്കും. അജൈവ മാലിന്യം കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കുകയും കൃത്യമായ ഇടവേളകളിൽ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുകയും ചെയ്യുന്നു. കൂടാതെ എല്ലാ വീടുകളിലും ശാസ്ത്രീയ ദ്രവ മാലിന്യ പരിപാലനത്തിന് സെപ്റ്റിക് ടാങ്ക് സോഫ്റ്റ് പിറ്റ് സംവിധാനം ഉറപ്പുവരുത്തുന്നു. കൃത്യമായ ഇടവേളകളിൽ ഇവ ഡീസൽട്ട് ചെയ്ത് ഫീക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകളിൽ സംസ്കരിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. അടുക്കളയിൽ നിന്ന് മറ്റ് ഗാർഹിക ഉപയോഗശേഷവും പുറന്തള്ളുന്ന മനുഷ്യ വിസർജ്യം കലരാത്ത ഗ്രേ വാട്ടർ അടുക്കളത്തോട്ടം നഗരകേന്ദ്രങ്ങളിലും തിരക്കേറിയ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, പൊതു ശൗചാലയം എന്നിവിടങ്ങളിലും ഉണ്ടാകുന്ന മലിനജലം പരിസ്ഥിതി മാനദണ്ഡങ്ങൾ പാലിച്ച് ഇവിടെ സംസ്കരിക്കുന്നു. വിദ്യാർത്ഥികളിൽ ശുചിത്വബോധം ഉളവാക്കും വിധം സ്കൂൾ തലത്തിൽ തന്നെ വിവിധ തരം മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിധവും വിവിധ സംസ്കരണ സംവിധാനങ്ങളും സംബന്ധിച്ച് അവബോധം നൽകി വരുന്നു. കന്നുകാലിത്തൊഴുത്തിൽ നിന്നുള്ള ചാണകവും മറ്റും ഗാർഹിക ഭക്ഷണ അവശിഷ്ടങ്ങളും ബയോഗ്യാസ് പ്ലാന്റിൽ സംസ്കരിക്കുന്നു. ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇന്ധനം വിവിധ ഊർജാവശ്യങ്ങൾക്കായി ഇവിടെ ഉപയോഗിക്കുന്നു. ബയോഗ്യാസ് പ്ലാന്റുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇന്ധനം ഇവിടെ വിവിധ ഊർജ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. ഫ്ളാറ്റുകൾ, ഗേറ്റഡ് കമ്മ്യൂണിറ്റി എന്നിവിടങ്ങളിലെ ജൈവമാലിന്യം കമ്മ്യൂണിറ്റി തല ഖരമാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ മുഖേനയും ദ്രവമാലിന്യ സീവർ നെറ്റ്വർക്ക് വഴി സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് കൂടാതെ വൃത്തിയൂരിലെ ഫയർ സ്റ്റേഷനിലേക്ക് ആവശ്യമുള്ള ജലത്തിന്റെ ഒരു ഭാഗം ശുദ്ധീകരണ ശേഷമുള്ള ജലം വഴി ഉപയോഗപ്പെടുത്തുന്നു. കാലകാലങ്ങളായി മാലിന്യം നിക്ഷേപിച്ച് ലെഗസി ഡംപ് സൈറ്റുകളായി മാറിയ സ്ഥലങ്ങൾ ബയോമൈനിനകത്ത് വീണ്ടെടുത്ത് ഹരിതാഭമാക്കി മാറ്റിയിരിക്കുന്നു. പരമ്പരാഗതമായി ഉപയോഗിച്ചു വരുന്ന ഖരമാലിന്യ സംസ്കരണ സംവിധാനങ്ങൾക്കുപരിയായി ആധുനിക ഖരമാലിന്യ സംസ്കരണ സംവിധാനങ്ങളായ BioCNG, ഇൻവെർസൽ കമ്പോസ്റ്റിംഗ്, ബ്ലാക്ക് സോൾജർ ബൈ ലാവ കമ്പോസ്റ്റിംഗ് വരെ പൃഥ്വിയൂരിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ തദ്ദേശ സ്വയംഭരണ പ്രദേശം പരിസ്ഥിതി സംരക്ഷണത്തിന് ശുചിത്വത്തിന് മാതൃകയായി മുന്നേറുകയാണ്. മാലിന്യമില്ലാത്ത ഗ്രാമം, മാലിന്യ സമൃദ്ധിയുള്ള കേരളം. ഇത് വൃത്തിയൂരിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. സമഗ്ര സുസ്ഥിര മാലിന്യ പരിപാലനം നടത്തുന്ന ഒരു മാതൃകാ തദ്ദേശ സ്വയംഭരണ